പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടേത് പുതിയൊരു വിഷയമാണ്. നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ അപ്ലോഡ് പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതല്ല. കേരള PSC ഏതാനും തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാനും തസ്തികകളിലേക്ക് കൂടി അപേക്ഷ ക്ഷണിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇവിടെ നോക്കിയ 2 വിഭാഗങ്ങളിലായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വിജ്ഞാപനം നോക്കുക 15/9/2021 ആണ്. ഇത് പ്രകാരം കാറ്റഗറി നമ്പർ 342/2021 മുതൽ 383/2021 വരെയുള്ളതാണ്. ഇതിന്റെ അവസാന തീയതി 20/10/2021 ആണ്. അതായത് അവസാന തീയതി ആവാറായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതുണ്ട്. 342 മുതൽ 383 വരെയുള്ള തസ്തികകളിലേക്ക്. അടുത്ത വിജ്ഞാപനം നോക്കുക 30/9/2021 ഡേറ്റ് പ്രകാരം 384/2021 മുതൽ 459/2021 വരെയുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അവസാന തീയതി നോക്കുക 3/11/2021. ഇതിന് 3/11/2021 മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട്. 384/2021 മുതൽ 459/2021 വരെയുള്ള തസ്തികകളിലേക്ക്. അപ്പം ഏതൊക്കെ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് പെട്ടെന്ന് നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് 15/9/2021 ഗസറ്റ് വിജ്ഞാപന പ്രകാരം ക്ഷണിച്ച അപേക്ഷകളാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യമായി നമ്മൾ ഗസറ്റ് വിജ്ഞാപനം 15/9/2021 പ്രകാരം ഉള്ള അപേക്ഷകളാണ് നോക്കുന്നത്. ഇതിന്റെ അവസാന ഡേറ്റ് നമ്മൾ പറഞ്ഞു 20/10/2021 ആണ്. എത്രയും പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതുണ്ട്. നോക്കുക അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇൻഫെഷ്യസ് ഡിസീസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് കാറ്റഗറി നമ്പർ 342/2021 ആണ്. അടുത്ത് നോക്കുക അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ രചന ശരീർ ആയുർവേദിക് മെഡിക്കൽ എഡ്യൂക്കേഷൻ 343/2021. 344/2021 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ രസശാസ്ത്ര ആൻഡ് വൈശാച കൽപ്പന ആയുർവേദിക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അടുത്ത അസിസ്റ്റന്റ് മാനേജർ കേരള ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. കാറ്റഗറി നമ്പർ 345/2021. അടുത്ത് നോക്കുക ജൂനിയർ മാനേജർ ക്വാളിറ്റി അഷുറൻസ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കാറ്റഗറി നമ്പർ 346/2021. 347/2021 നോക്കുക റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. 348/2021 ജൂനിയർ അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. കാറ്റഗറി നമ്പർ 349/2021 നോക്കുക ഫിനാൻസ് മാനേജർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് തന്നെയാണ്. അടുത്തത് 350/2021 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് ഫിനാൻസ് മാനേജറാണ്. അടുത്ത സിസ്റ്റം അനാലിസ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പാർട്ട് 1 ജനറൽ കാറ്റഗറി 351/2021. 352/2021 നോക്കുക സിസ്റ്റം അനാലിസ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പാർട്ട് 2 സോഷ്യൽ കാറ്റഗറിയാണത്. അടുത്ത 353/2021 മാർക്കറ്റിംഗ് മാനേജർ ഫെർട്ടിലൈസർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 354/2021 നോക്കുക മാർക്കറ്റിംഗ് മാനേജർ ഫെർട്ടിലൈസർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ്
മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 355/2021 ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ ഓയിൽ സീഡ്സ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പാർട്ട് 2 ജനറൽ കാറ്റഗറി. 356/2021 നോക്കുക ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ ഓയിൽ സീഡ്സ് സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. അടുത്ത് നോക്കുക 356/2021 ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ ഓയിൽ സീഡ്സ് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. 357/2021 നോക്കുക ഡെപ്യൂട്ടി മാനേജർ സ്പൈസസ് പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. 358/2021 നോക്കുക ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ സ്പൈസസ് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. നെക്സ്റ്റ് നോക്കുക 359/2021 ഓഫീസ് മാനേജർ പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. അടുത്തത് നോക്കുക 360/2021 ഓഫീസ് മാനേജർ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. 361 നോക്കുക എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. 362/2021 നോക്കുക സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് സെക്കൻഡ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്. ഇതിനെ പറ്റിയുള്ള എല്ലാ വിശദ വിവരങ്ങളും അറിയാൻ വേണ്ടി ഓരോ പോസ്റ്റിന് നേരെ ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് സെക്കൻഡ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നോക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ നോക്കുക കാറ്റഗറി നമ്പർ 362/2021 സ്ഥാപനത്തിൻ്റെ പേര് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്. ഉദ്യോഗ പേര് സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് സെക്കൻഡ്. ശമ്പളം 6330, 11,095. ഒഴിവുകളുടെ എണ്ണം 3. പിന്നെ ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും യോഗ്യതകളോട് 7ാം സ്റ്റാൻഡേർഡ് പുതിയത് പാസ്സായിരിക്കണം. പ്രതിരോധ സേനയിൽ 5 വർഷത്തിൽ കുറയാത്ത സേവനം ആവശ്യമാണ്. മറ്റുള്ള കുറിപ്പുകൾ നോട്ട്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട രീതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഓരോ കാറ്റഗറിയിലും നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ യോഗ്യരാണോ, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാൻ നമുക്കറിയാം, അതിനുള്ളൊരു സൈറ്റ് ഉണ്ട്, തുളസി എന്നുള്ള പേരുള്ള ആ സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ മെയിൻ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. അടുത്ത നോക്കുക ഫീൽഡ് ഓഫീസർ പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഇത് കാറ്റഗറി നമ്പർ 363 ആണ്. 364 നോക്കുക ഫീൽഡ് ഓഫീസർ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. 365 ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം. ഇത് ബൈ ട്രാൻസ്ഫർ ആണ്, നേരിട്ടുള്ള നിയമനമല്ല. അടുത്ത് നോക്കുക 366 ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തത് 367/2021 ചോഫർ ഗ്രേഡ് സെക്കൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 368/2021 നോക്കുക റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ ഇത് വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ യോഗ്യതകൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. താഴെ പറയുന്ന ഈ ജില്ലകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഉണ്ടാകാൻ പോകുന്ന പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. പോസ്റ്റിൻ്റെ പേര് 17,000, 37,500 പ്രീ റിവിഷൻ സ്കെയിലാണത്. ഈ
വേക്കൻസികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നോക്കുക. ഒഴിവുകൾ കണക്കാക്കപ്പെട്ടിട്ടില്ല, പ്രതീക്ഷിത ഒഴിവുകളാണെന്ന് പറഞ്ഞു. നമുക്ക് ഇതിൽ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. 18 മുതൽ 36 വരെ വയസ്സാണ് പ്രായപരിധി. SLC പാസ്സായിരിക്കണം. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇത് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കേണ്ടതാണ്. നോക്കുക, അടുത്തത് ലോ ഡിവിഷൻ ടൈപ്പിസ്റ്റ് SR ഫ്രം ഷെഡ്യൂൾഡ് ട്രൈബ്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ST വിഭാഗങ്ങൾക്കുള്ളത്. അതുപോലെ 369/2021 ആണ് തസ്തിക കാറ്റഗറി നമ്പർ. അടുത്തത് കാറ്റഗറി നമ്പർ 370/2021 ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ST വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കുള്ളതൊക്കെ പറയുന്നതൊക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഡ്രൈവർ കം ഓഫീസർ അറ്റൻഡന്റ് ST കാറ്റഗറി നമ്പർ 371/2021. 372 മുതൽ 74 വരെയുള്ള തസ്തികകളിലേക്ക് വിവിധ വിഭാഗങ്ങൾക്ക് ഇവിടെ നോക്കി കൊടുത്തിരിക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്നതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ 375/2021 നോക്കുക. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ തമിഴ് കേരള കോളേജ് എഡ്യൂക്കേഷൻ NCA ധീവര വിഭാഗങ്ങൾക്കുള്ളതാണ്. 376/2021 പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മ്യൂസിക് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. NCA SIUCN വിഭാഗങ്ങൾക്കാണുള്ളത്. 377/2021 NCA ST വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അറബിക് കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ 378/2021 പ്രകാരം സംവരണം ചെയ്തിരിക്കുന്ന SC വിഭാഗങ്ങൾക്കാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഉറുദു കോളേജിയറ്റ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അടുത്തത് 379/2021 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അറബിക് കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ SC വിഭാഗങ്ങൾക്കാണ്. ST വിഭാഗങ്ങൾക്കാണ് 380/2021 റിസർവേഷൻ ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് 381/2021 കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഉറുദു വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. SC വിഭാഗങ്ങൾക്കാണ്. 382/2021 പ്രകാരം ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ചെയ്തിരിക്കുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജിയാണ്. 383/2021 പ്രകാരം SC വിഭാഗങ്ങൾക്കുള്ള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അറബിക് എന്നിവയാണ് ഇപ്പോൾ കോൾ ഫോർ ചെയ്തിരിക്കുന്ന വിവിധ തസ്തികകൾ. യോഗ്യതയും അതുപോലെ പരിചയവും അതുപോലെ ഏജ് ലിമിറ്റും ഒക്കെ നോക്കി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 15/80/2021 ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം 342/2023 മുതൽ 383/2021 വരെയുള്ള 42 തസ്തികകളിലേക്കുള്ള പോസ്റ്റുകളും അവയുടെ വിവരങ്ങളുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 30/9/2021 ഗസറ്റ് വിജ്ഞാപന പ്രകാരം 384/2021 മുതൽ 459/2021 വരെയുള്ള ഗസറ്റ് വിജ്ഞാപന പ്രകാരം കൊടുത്തിരിക്കുന്ന പോസ്റ്റുകളെ പറ്റിയുള്ള വിവരങ്ങളാണ്. 3/11/2021 ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് നോക്കാം. ലാസ്റ്റ് ഡേറ്റ് 3/11/2021. ഇത് പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 384-85 തസ്തികകളിലേക്കാണ് ഇത് പ്രകാരം അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 386 നോക്കുക. അസിസ്റ്റന്റ് ഡയറക്ടർ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് കോമൺ ഫെസിലിറ്റി സർവീസ് സെന്റർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡ്രോളജി ഗ്രൗണ്ട് വാട്ടർ കാറ്റഗറി നമ്പർ 387/2021. 388 നോക്കുക. പ്രോഗ്രാമർ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ പ്രോഗ്രാമറുടെ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് 388 പ്രകാരം. 389 നോക്കുക. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പൊളിറ്റിക്കൽ സയൻസ് കേരള ഹയർ
സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. 390/2021 ജൂനിയർ ഹൈഡ്രോളജിസ്റ്റാണ്, ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയിലാണ് നിയമനം. 391 മുതൽ 93 വരെയുള്ള തസ്തികകളിലെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പോസ്റ്റാണ്. കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 394/2021 നോക്കുക. കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ് ജൂനിയർ ആണ്. നമുക്ക് ഇതിന്റെ വിവരങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തു വരുന്നതായി കാണാം. ഓപ്പണായി വരുന്നത് നോക്കുക. കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു 394/2021 ആണ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ് ആണ്, ജൂനിയർ ആണ്. ശമ്പള നിരക്ക് നോക്കുക. 45,600, 95,600 ആണ്. ഒരൊറ്റ വേക്കൻസിയാണുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 20 മുതൽ 40 വയസ്സ് വരെയാണ്. യോഗ്യതകൾ കൊടുത്തു നോക്കുക. ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് 50% മാർക്കിൽ കുറയാതെ ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ ബിരുദാനന്തര ബിരുദം. ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ പ്രത്യേക ഇളവുകളുള്ള വിഭാഗം നോക്കുക. അതുപോലെ മറ്റുള്ള കുറിപ്പുകൾ നോക്കുക. അപേക്ഷ അയക്കേണ്ട തീയതി നമ്മൾ പറഞ്ഞു. അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് യോഗ്യത ഉള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 395-96 കാറ്റഗറി നമ്പർ പ്രകാരം ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ്, കാർപ്പൻ്ററാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അടുത്ത് നോക്കുക 397/2021 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ജൂനിയർ ഇൻസ്ട്രക്ടർ. അതുപോലെ 398/2021 നോക്കുക, ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. 399/2021 നോക്കുക, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസറാണ്, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ്. 400 നോക്കുക, സർവേയർ ഗ്രേഡ് 2 ഹൈഡ്രോളജി ബ്രാഞ്ച്, ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് 401 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ CSR ടെക്നീഷ്യൻ ഗ്രേഡ് 2, സ്റ്റെറിലൈസേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അടുത്തത് ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറി ബാർ CFP, കേരള കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് പാർട്ട് 1 തസ്തികകളിലേക്ക് പാർട്ട് 1 ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 402/2021. കാറ്റഗറി നമ്പർ 403/2021 നോക്കുക, ലാബറട്ടറി അസിസ്റ്റന്റിന്റെ ഒഴിവാണുള്ളത്. കേരള കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറിയാണ്. നെക്സ്റ്റ് നോക്കുക 404/2021 എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. അടുത്ത് നോക്കുക 405/2021 നോട്ടിഫിക്കേഷൻ പ്രകാരം ഡ്രൈവർ പാർട്ട് 2, വിമൻ ആൻഡ് DA ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. സ്ത്രീകളും DA ഡിഫറൻ്റ്ലി ഏബിൾഡ് ഭിന്നശേഷിക്കാരും ഇതിന് അപേക്ഷിക്കാൻ യോഗ്യരല്ല. അടുത്തത് അതുപോലെ തന്നെയാണ്. ഡ്രൈവർ പാർട്ട് 2 ഇത് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ആണ്. 406/2021 ഇലക്ട്രീഷ്യൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, കാറ്റഗറി നമ്പർ 407/2021 ആണ്. അടുത്തത് 408/2021 നോക്കാം, റിസർവ് വാച്ചർ, ഡിപ്പോ വാച്ചർ, സർവേ ലാസ്കർ, TB വാച്ചേഴ്സ്, ബംഗ്ലാ വാച്ചേഴ്സ് എക്സെട്ര, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്തത് നോക്കാം 409 മുതൽ ഇവിടെ അവസാനം കൊടുത്തിരിക്കുന്ന 459 വരെയുള്ള 50-51 പോസ്റ്റുകളിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മുഖേന നിയമനം നടത്തുന്ന പോസ്റ്റുകളാണ്. നോക്കുക, ഇവിടെ നോക്കുക 409 ലബോറട്ടറി അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST ഓൺലി, കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ പോസ്റ്റാണ്. 409 കാറ്റഗറി. സീനിയർ സിവിൽ സർവീസ്, സീനിയർ
സിവിൽ പോലീസ് ഓഫീസറാണ് അടുത്തത്. കേരള പോലീസ് സർവീസിൽ 410 കാറ്റഗറി നമ്പർ. STക്ക് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി മുസ്ലിം SC വിഭാഗങ്ങൾക്ക് റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. 411-12 കാറ്റഗറി നമ്പർ. അടുത്ത് നോക്കുക, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജെനിറ്റോ യൂറിനറി സർജറി യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ 413/2021. 414 നോക്കുക, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജിയോളജി SCCC വിഭാഗത്തിനുള്ളതാണ്. കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. 415/2021 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ST വിഭാഗങ്ങൾക്ക്. 416 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അറബിക് OBC വിഭാഗങ്ങൾക്കുള്ളത്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറുടെ ജൂനിയർ അറബിക് ടീച്ചറുടെ വേക്കൻസി ഉണ്ട്. റിസർവ് ചെയ്തിരിക്കുന്നത് SC ST വിഭാഗങ്ങൾക്കാണ്. കാറ്റഗറി നമ്പർ 417. 418 419 നോക്കുക. 419 420 നോക്കുക. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ തന്നെ SC ST വിഭാഗങ്ങൾക്ക് ജൂനിയർ അറബിക് ടീച്ചറുടെ ഒഴിവാണ്. അടുത്തത് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഇൻ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് SIUCN വിഭാഗത്തിനുള്ളതാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. 421 കാറ്റഗറി നമ്പർ. കാറ്റഗറി നമ്പർ 422 നോക്കുക, പെയിന്റർ NCA OBC വിഭാഗത്തിനുള്ളതാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. 423 നോക്കുക, ടൗൺ പ്ലാനിംഗ് ഓഫീസർ പ്ലാനിംഗ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിലാണ് നിയമനം. EBT ഈഴവ ബില്ലവ തീയ വിഭാഗങ്ങൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നു. ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് EBT വിഭാഗങ്ങൾക്ക് കൂടാതെ SC ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ OBC VHN SCC D എന്നീ വിഭാഗങ്ങൾക്ക് 424 മുതൽ 431 വരെയുള്ള കാറ്റഗറികളിൽ സംവരണം ചെയ്തിരിക്കുന്നു. ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് LPS OBC വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുകയാണ്. 432 കാറ്റഗറി നമ്പർ. 433 മുതൽ 436 വരെയുള്ള കാറ്റഗറികൾ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ്. NCA SC ST SCD വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന തസ്തികയാണിത്. 437 438 കാറ്റഗറികൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് ഹോമിയോ വിഭാഗത്തിലുള്ള തസ്തികകളാണ്. ഹോമിയോപ്പതി വിഭാഗത്തിലാണ് നിയമനം. SCC SIUCN വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. 439 440 തസ്തികകൾ നോക്കുക. ആയ ഗ്രേഡ് 2 VD വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന പോസ്റ്റാണിത്. 441 മുതൽ 446 വരെയുള്ള തസ്തികകൾ ആയ ഗ്രേഡ് 1 ആണ്. VD MEBT LC AI SC വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന വേക്കൻസികളാണിത്. പ്യൂൺ വാച്ച്മാൻ ഗ്രേഡ് 1 NCA ആണ്. നോ കാൻഡിഡേറ്റ്സ് അവൈലബിൾ എന്നുള്ളതാണ് NCA എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുൻ നിയമനങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ ഇല്ലാത്തത് കൊണ്ട് ഉള്ള വേക്കൻസികൾ നികത്താൻ വേണ്ടിയിട്ടാണ് NCA വിഭാഗത്തിൽ നിന്നുള്ള NCA നിയമനം നടക്കുന്നത്. നോ കാൻഡിഡേറ്റ് അവൈലബിൾ. അതായത് SC SCC HN MD LC ആംഗ്ലോ ഇന്ത്യൻ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് ഡിപ്പാർട്ട്മെന്റ്. കാറ്റഗറി നമ്പർ 447 മുതൽ 452 വരെയുള്ള കാറ്റഗറികളാണ് ഈ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്. 453 മുതൽ 459 വരെയുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്നവയാണ്. പോസ്റ്റ് പ്യൂണ് വാച്ച്മാൻ പാർട്ട് സെക്കൻഡ്.
അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. 30/9/2021 വിജ്ഞാപന പ്രകാരം കോൾ ഫോർ ചെയ്തിരിക്കുന്ന ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി 3/11/2021 ആണെന്ന് ഓർക്കുക. അപ്ലൈ ചെയ്യാനുള്ള ഈ സൈറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ തുളസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സൈറ്റാണ്. ഇതിൻ്റെ ലിങ്കും അതുപോലെ നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത ഈ ലിങ്കും രണ്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ലിങ്കിലാണ് നമ്മൾ കയറിയത്. രണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഈ ലിങ്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് യോഗ്യതയുണ്ട് അതനുസരിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്ത് അപ്ലൈ ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.